السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بيدي قلت هيلتي أدركنا يا حبيب الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. ومتى أفوز بنظرة يا سيدي، ومتى أكحل من ذراك دفوني، وجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن غزوتي. صلاة وتسليم على المصطفى المختار خير البرية. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലെ നമ്മുടെ നാട്ടിൽ 14 നോമ്പ് പൂർത്തിയാക്കി വളരെ വലിയ ആത്മീയ സന്തോഷത്തോടുകൂടി അവന്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ നമ്മെ ഏവരെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് നാം ചെയ്ത ചെറിയ ആരാധനകൾക്ക് വലിയ പ്രതിഫലം നൽകി സാധുക്കളായ നമ്മെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയവരെയും അനന്തവിശാലമായ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സുദീർഘമായൊരു സംസാരത്തിന് യോജിച്ച സമയം അല്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പ്രദേശത്തുള്ള യുവാക്കളുടെ വളരെ സജീവമായ കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു നസീഹത്തിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നത് എന്നത് വലിയ പ്രതീക്ഷയും വലിയ സന്തോഷവും നൽകുന്ന കാര്യമാണ്. അല്ലാഹു ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച മുഴുവൻ സംഘാടകർക്കും വലിയ ഖൈറും ബറക്കത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ കുറഞ്ഞ കാര്യങ്ങൾ ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. എല്ലാവരും പൊതുവെ തറാവീഹ് കഴിഞ്ഞ് കൂടുതൽ
പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളും ഏറ്റവും വലിയ തൗഫീഖുകളിൽ പെട്ട ഒന്നാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ കഴിയും. അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലതായിഫുൽ മആരിഫ് പോലുള്ള ധാരാളം ഗ്രന്ഥങ്ങളിൽ റമദാനിനെ കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിനെ സംബന്ധിച്ചുണർത്തിയ അധ്യാപനങ്ങളെ ഒക്കെ അവലംബിച്ചുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ എഴുതി വെക്കുന്നതായി കാണാൻ കഴിയുന്നത് ഈ റമദാനിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുക എന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത്രമേൽ വലിയ മഹത്വങ്ങളും വലിയ പ്രാധാന്യവുമുള്ള വലിയ ഒരു അനുഗ്രഹീതമായ സമയമാണ് നമ്മുടെ ഈ റമദാൻ. ആ റമദാനിന്റെ മഹത്വത്തെ ഉൾക്കൊണ്ടവർ വിജയിച്ചു പോയി. അല്ല, ഈ റമദാൻ മറ്റ് മാസങ്ങളെ പോലെ സാധാരണ ദിവസങ്ങളും മണിക്കൂറുകളുമായി ക്രമപ്പെടുത്തിയവർ പരാജയപ്പെടുകയും ചെയ്തു എന്ന് പണ്ഡിതന്മാർ എഴുതി വെക്കുന്നതായി കാണാൻ കഴിയും. എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് റമദാൻ അല്ലാഹു നൽകിയത് എന്ന് ചോദിച്ചാൽ അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമ്മുടെ റബ്ബിന് നമ്മളോട് വലിയ ഇഷ്ടമാണ്. എന്റെ അടിമകളായ മനുഷ്യർ മറ്റു മാസങ്ങളിൽ അശ്രദ്ധമായി പോയേക്കാം. മറ്റ് സന്ദർഭങ്ങളിൽ ചിലപ്പോൾ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ അശ്രദ്ധരായി ജീവിതത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോയേക്കാം. മറ്റു മാസങ്ങളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എന്റെ അടിമകളിൽ നിന്ന് സംഭവിച്ചിരിക്കാം. ആ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെല്ലാം അത് പൊറുപ്പിക്കുവാനും അത് മായ്ച്ചു കളയുവാനുമുള്ള അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അവസരമാണ് റമദാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആമുഖം നീട്ടി സംസാരിക്കുകയല്ല. ഈ റമദാനിനെ ശരിയായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. റമദാനിന്റെ ആദ്യത്തെ നാളുകൾ റഹ്മത്തിന്റെ നാളുകളായിരുന്നു. നാം ഇപ്പോൾ നിലകൊള്ളുന്ന മഗ്ഫിറത്തിന്റെ 10, ഈ 10 അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള 10ആണ്. അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങേണ്ട 10ആണ്. അല്ലാഹുവിന് മഗ്ഫിറത്ത് തരാൻ, പാപം പുറത്തു തരാൻ ഒരു തൗബ ചെയ്യുന്ന ഒരു അടിമയെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഇഷ്ടം സമ്പാദിക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കേവർക്കും കഴിയേണ്ടതുണ്ട്. ഈ മഗ്ഫിറത്തിന്റെ 10ൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വലിയ ആധ്യാത്മിക വിചാരത്തോടെയും വലിയ ആത്മവിശുദ്ധിയോടെയും വലിയ ഓർമ്മകളോടുകൂടി അയവിറക്കുന്നവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. മഹാന്മാരായ ബദരീങ്ങൾ അല്ലാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടികളിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ബദരീങ്ങളെ കുറിച്ച്, ബദറിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. മഹാന്മാരായ ബദരീങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാന്മാരായ ബദരീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും വെച്ച ഒരു അവലംബമാണ്, ആത്മീയമായ ഒരു അവലംബമാണ് ബദരീങ്ങൾ എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ബദർ യുദ്ധം വേണമായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദീനിനെ ഇവിടെ വിജയിപ്പിക്കുവാനും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മലക്കുകളെ ഇറക്കണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ ബദരീങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ആൾ
ആളുകളെ നിശ്ചയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് അടിസ്ഥാനപരമായി ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. പിന്നെന്തിനാണ് ബദരീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് എന്ന് ചോദിച്ചാൽ, ബദർ മൗലിദിൽ നാം പാടുന്നത് പോലെ അസ്മാഉഹും കദ്ഫുൽ വറാ വസലാമത്തുൻ മിൻ കുല്ലി ദാഹിയത്തിൻ വമിമ്മാ യഖ്ദിറു. അസ്മാഉഹും അവരുടെ പേരുകൾ ഉരുവിടുന്നത് തന്നെ കദ്ഫുൽ വറാ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും അഭയമാണ്. വസലാമത്തുൻ മിൻ കുല്ലി ദാഹിയത്തിൻ എല്ലാ അപകടങ്ങളിൽ നിന്നുമുള്ള രക്ഷാമാർഗമാണ് ബദരീങ്ങൾ. അതുകൊണ്ട് ബദരീങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാദൃശ്ചികമായ കഥാപാത്രങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിൽക്കാലത്ത് വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അവലംബമായി, അവർക്കെല്ലാവർക്കും അഭയമായി, അവർക്കെല്ലാവർക്കും മുറുകെ പിടിക്കുവാനുള്ളൊരു ആധ്യാത്മിക നേതൃവിലാസമാണ് മഹാന്മാരായ ബദരീങ്ങൾ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം വന്ന മുഴുവൻ മഹാന്മാരുടെയും മഹിമത്തിന്റെയും ഔലിയാക്കളുടെയും എല്ലാം ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും ഔലിയാക്കന്മാരായത്, എല്ലാ സാഹിദീങ്ങളും സാഹിദീങ്ങളായത്, എല്ലാ ആധ്യാത്മിക പുരുഷന്മാരും അവരുടെ ആത്മീയ വ്യക്തിത്വത്തെ പ്രിയപ്പെട്ടവരെ നവീകരിച്ചതും നിർണയിച്ചതും മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ടായിരുന്നു. കാരണം അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന്റെ ആധാരമായി മഹാന്മാരായ ബദരീങ്ങൾ വർത്തിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ മഹാന്മാരായ ബദരീങ്ങൾ ഈ ദീനിനു വേണ്ടി വജാദൂ ബിഅംവാലിൻ വബാഉ നുഫൂസഹും അവരവരുടെ ശരീരങ്ങളെ സമർപ്പിച്ചു, അവരവരുടെ സമ്പത്തുകളെ ദാനം ചെയ്തു. എന്തിനു വേണ്ടി? ലിദീനിൽ ഹുദാ ഈ സന്മാർഗത്തിന്റെ വെളിച്ചമായ ദീനിനു വേണ്ടി. അതുകൊണ്ട് തന്നെ ചില മഹാന്മാർ എഴുതി വെച്ചതായി കാണാം, ഈ ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളുടെ മുഴുവനും പ്രവർത്തനങ്ങളുടെ പ്രതിഫലം മഹാന്മാരായ ബദരീങ്ങൾക്കുണ്ട് എന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ജാഅ ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാൽ മാ തഉദ്ദൂന മൻ ശഹിദ മിൻകും ബദറാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, അങ്ങയുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കാളികളായ ആളുകളെ കുറിച്ച് അങ്ങ് എങ്ങനെയാണ് കണക്കാക്കുന്നത് നബിയേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉത്തരം പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് ബദരീങ്ങൾ. മുസ്ലിമീങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് ബദരീങ്ങൾ. അപ്പോൾ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, മലക്കുകളിൽ നിന്ന് ഈ ബദറിൽ പങ്കെടുത്ത മലക്കുകളും അപ്രകാരം തന്നെ. അഥവാ ലോകത്ത് മലക്കുകളിൽ വെച്ച് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മലക്കുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മഹാന്മാരായ മഹത്തായ ബദർ യുദ്ധത്തിൽ പങ്കാളികളായ മഹാന്മാരായ മലക്കുകളാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പങ്കുവെക്കുകയാണ്. ബദരീങ്ങളുടെ മഹത്വം വളരെ വലുതാണ്. ബദരീങ്ങൾ അല്ലാഹു നമുക്ക് അവലംബമായി വെച്ചത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതിന്റെ പൊരുൾ നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന, നമുക്ക് സ്വജീവിതത്തിലൂടെ ദീനിനെ അടയാളപ്പെടുത്തി തന്ന നമ്മുടെ മുൻഗാമികളായ മശായിഖുമാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ കാരണവന്മാർ, അവരെല്ലാവരും സ്വന്തം ജീവിതത്തിൽ ബദരീങ്ങളെ എങ്ങനെയാണ് കണ്ടത് എന്ന് ചോദിച്ചാൽ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമായിട്ടാണ്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, വർത്തമാനകാല മുസ്ലിം സമൂഹം വലിയ പ്രതിസന്ധികളുടെയും വലിയ ഭീതിയുടെയും അസ്വസ്ഥതയുടെയും നടുവിലാണ്. അല്ലാഹു തആല നമ്മുടെ വിദേശത്തുള്ള സഹോദരന്മാർക്ക് മുഴുവനും സമാധാനവും ശാന്തിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സഹോദരന്മാരുടെ വിഷമങ്ങൾക്ക് അല്ലാഹു തആല പരിഹാരം നൽകുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരം, എല്ലാ പ്രയാസങ്ങളിലും പരിഹാരമായി നമ്മുടെ മുൻഗാമികൾ കണ്ടതെന്താണ്? അവർ ബദരീങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നതാണ്. അവർ മഹാന്മാരായ അസ്മാഉൽ ബദർ ഉരുവിടുന്നതാണ്. ആ ഉരുവിടുമ്പോഴേക്കും അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുമ്പോഴേക്കും അല്ലാഹു തആല വലിയ പരിഹാരം നൽകുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബദരീങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അവലംബമാണ്, നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ്. ഈ ലോകത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും അഭയമാണ്, എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരമാണ്. അതുകൊണ്ട് ആ ബദരീങ്ങളെ നാം ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ ബദരീങ്ങളുടെ ഒരു പോരാട്ട വൈഭവത്തെ ഒരു വൈകാരികമായി നമുക്ക് കേൾക്കുമ്പോൾ വലിയ രസമാണ്. പക്ഷേ അതിന്റെ ഒരു ആശയാടിത്തറയുണ്ട്. അവരുടെ മഹാന്മാരായ ബദരീങ്ങളുടെ ആത്മീയ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പാഠമായി സ്വീകരിക്കേണ്ടത്. ആ യുദ്ധത്തിന്റെ ചരിത്രം സംക്ഷിപ്തമായി ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് എന്തിനായിരുന്നു ബദർ? എന്തിനായിരുന്നു ബദർ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ 40-ാം വയസ്സിൽ ആരംഭിച്ചു. ഹിറായിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിവ്യബോധനം നൽകപ്പെടുകയും അവിടുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ രഹസ്യമായ പ്രബോധന പ്രവർത്തനങ്ങളാണ്. തന്റെ സഹധർമ്മിണിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, എല്ലാ സന്തോഷ സന്താപഘട്ടങ്ങളിലും കൂടെ നിന്ന മഹതിയായ ലോകത്തിലെ ലോക ദമ്പതികൾക്ക് എല്ലാ കാലത്തും ലോകോത്തരമായ മാതൃക പണിത ഏറ്റവും വലിയ മനോഹരമായ ദാമ്പത്യത്തെ പ്രകാശിപ്പിച്ച മഹതിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ആ മഹദിയുടെ അരികിൽ വരികയും ഹിറാഇന്റെ ദിവ്യ സന്ദേശം ലഭിച്ച് ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വരുന്നു. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നു. മഹാന്മാരായ നിരവധി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. ആദ്യത്തെ 3 കൊല്ലം രഹസ്യ പ്രബോധനമാണ്. ആ രഹസ്യ പ്രബോധനത്തിന്റെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം 3 വർഷം 43 വയസ്സ് വരെ രഹസ്യ പ്രബോധനമാണ്. ഒരാളോടും പരസ്യമായി പ്രബോധനം ചെയ്തിട്ടില്ല. വളരെ സമചിത്തതയോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിനെ പ്രകാശനം ചെയ്തു. അവിടുന്ന് പിന്നീട് ഖുർആൻ പറഞ്ഞു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ അങ്ങയുടെ അടുത്ത കുടുംബക്കാർക്ക് മുഴുവനും ഈ സത്യപ്രസ്ഥാനത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കൂ നബിയെ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട്, നമുക്ക് ചരിത്രം അറിയാം, ഞാൻ ചരിത്രം ദീർഘമായി പറയുന്നില്ല, അവിടുത്തെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചു ചേർത്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അല്ലാഹുവിനെയും ഈ ലോകത്തിന്റെ സർവാധികാരിയായ ഈ ആകാശഗംഗയെയും ഭൗമലോകത്തെ സർവ പ്രതിഭാസങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചാധികാരിയായ അല്ലാഹ്, ഇങ്ങനെ ഒരു അല്ലാഹു ഉണ്ട് ഈ ലോകത്തിന്റെ. ആ അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട നബിയാണ് എന്ന ആ റിസാലത്തിന്റെ പ്രൗഢമായ പ്രഖ്യാപനം അവിടുന്ന് നിർവഹിക്കപ്പെടുകയാണ്. അപ്പോഴാണ് അബൂലഹബിന്റെ പ്രതികരണം, തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, അലിഹാദാ ജമഅത, ഇതിനാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനാണോ നീ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശം എന്ന
ഏറ്റവും വലിയ അനാരോഗ്യകരമായ ഒരു പ്രതികരണമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അബൂ ലഹബ് നടത്തിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനം നടത്തി. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന വന്നു. ഇസ്ലാം വളരെ സുന്ദരമായി മുന്നോട്ട് പോയി. അവിടെ ആ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അബൂ ത്വാലിബ് എന്ന് പറയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ അരികിൽ വന്നുകൊണ്ട് ഈ ശത്രുക്കൾ 2-3 ഘട്ടങ്ങളിലായി പറയുന്നത്, ഒന്നുകിൽ നിങ്ങളുടെ സഹോദരന്റെ മകനെ അടക്കി നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് നൽകണം. ആ സമയത്ത് അബൂ ത്വാലിബ് വളരെ നല്ല രൂപത്തിൽ അവരോട് പ്രതികരിക്കുന്നുണ്ട്. 2-3 ഘട്ടങ്ങൾ അതിനുണ്ട്, ഞാൻ നീട്ടി വിശാലമായി സംസാരിക്കുന്നില്ല. അവസാനം അബൂ ത്വാലിബ് പറഞ്ഞു, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. ഓ ഖുറൈശികളെ, നിങ്ങൾ എന്റെ സഹോദരന്റെ മകന്റെ രക്തത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്റെ അരികിൽ വരുന്നതെങ്കിൽ വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. ഞാൻ മറമാടപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോയിട്ടല്ലാതെ എന്റെ മുഹമ്മദുർ റസൂലുള്ളാഹിയെ തൊടാൻ നിങ്ങൾക്ക് അനുവാദമില്ല. മഹാനായ അബൂ ത്വാലിബ് അങ്ങനെ പ്രതികരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസികളായ സ്വഹാബത്തിന് എത്ര പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായി വിശ്വസിച്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രാഥമികമായി കടന്നു വന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് യൗമിൻ ഖാമ അബൂബക്കർ ഫിന്നാസി ഖതീബൻ യദ്ഉ ഇലൽ ഇസ്ലാം. ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കഅബ ശരീഫിന്റെ അരികിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് ജനങ്ങളെ മുഴുവനും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫതാറു അലൈഹി വദറബു ഹത്താ ഔഖബു അലൽ അർളി ഫലം യഖഫ് ഇല്ലാ ആഖറൻ നഹാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ മുഴുവനും കൂട്ടമായി വന്നുകൊണ്ട് അവിടുത്തെ ആക്രമിക്കുന്നു, അവിടുന്ന് വീണുപോകുന്നു. ആ പകലിന്റെ അവസാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എഴുന്നേൽക്കാൻ കഴിയുന്നത്. അത്രയും വലിയ പ്രയാസങ്ങളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടിയ മഹാന്മാരായ സ്വഹാബത്തിനെല്ലാം വലിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ദരിദ്രമായ സമൂഹങ്ങളാണ് അധികവും തിരുനബി തങ്ങളോട് കൂടെ കൂടിയത്. അറിയുമോ, യാസിർ കുടുംബത്തിന്റെ ചരിത്രം നമുക്കറിയില്ലേ? മഹാന്മാരായ യാസിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭാര്യയായ മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ, ആ സുമയ്യ റളിയല്ലാഹു അൻഹയെ എത്ര പീഡനങ്ങളാണ് ഏൽപ്പിച്ചത്. മഹാന്മാരായ സ്വഹാബത്തിന് മുഴുവനും ഈ യാസിർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊന്നുകളഞ്ഞില്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഒരു കാലിന്മേൽ ഒരൊട്ടകത്തിന്റെ കയറ് കെട്ടി, മറ്റു കാലിന്മേൽ ഒരൊട്ടകത്തിന്റെ കയറ് കെട്ടി. എന്നിട്ട് 2 ഭാഗത്തേക്കും ഒട്ടകത്തെ ചലിപ്പിച്ചുകൊണ്ടാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ അവ്വലു ശഹീദത്തിൻ ഫിൽ ഇസ്ലാം, ആദ്യമായി ഇസ്ലാമിക ലോകത്തെ രക്തസാക്ഷിയായ
സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ. അബൂജഹൽ എന്ന് പറയുന്ന ദുഷ്ടൻ ഈ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ രഹസ്യാവയവത്തിലേക്ക് ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ട് അടിച്ചില്ലയോ? അവിടുന്ന് ഷഹീദായില്ലയോ? നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത് സഹിച്ച ത്യാഗമെത്രയാണ്! പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവര് മഹാന്മാരായ സ്വഹാബാക്കളായി തീർന്നത്. അറിയുമോ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആറാം നൂറ്റാണ്ടിലെ അടിമ കമ്പോളത്തിലെ കച്ചവട ചരക്കാണ് ബിലാൽ. ആ കച്ചവട ചരക്കായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവിടുത്തെ ഉമയ്യത്ത് എന്ന് പറയുന്ന മുതലാളി ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി അവിടുത്തെ ആക്രമിച്ചിട്ടുണ്ട്. ആ ചുട്ടുപഴുത്ത പതച്ച തപിച്ച മരുഭൂമിയുടെ മണൽത്തരിപ്പിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, വലിയ പാറക്കല്ലുകൾ അവിടുത്തെ ശരീരത്തിന്റെ നഗ്നമേനിയിലേക്ക് വന്ന് പതിക്കുമാർ ഇട്ടുപോയല്ലോ. അത്രയും വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് സ്വഹാബത്ത് ഈ ദീനിനെ ഇവിടെ നിലനിർത്തിയത്. അതുകൊണ്ട് മുഅ്മിനുകളെ, ആ സ്വഹാബത്ത് അത്രയും വലിയ ത്യാഗങ്ങൾ സഹിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് ചരിത്രം 3 വർഷക്കാലം ശൈഖ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ ബഹിഷ്കരണം ഏർപ്പെടുത്തിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിട്ടുണ്ട്. അവിടുന്ന് പച്ചില മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം മക്കയിൽ നിൽക്കാൻ സാഹചര്യമില്ലാതെ മദീനയിലേക്ക് പോകുന്നു, ഹിജ്റ പോകുന്നു. അവിടുന്ന് മദീനയിലെത്തിയിട്ടും സ്വസ്ഥ ജീവിതം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നില്ല. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നതിന്റെ ചരിത്രമുണ്ട്. വളരെ വിശാലമായ ചരിത്രമാണ്. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ അവിടുത്തെ സ്വഹാബാക്കളായ അൻസ്വാറുകൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബത്തിന്റെ പേരാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ സഹായവും നൽകിയ സ്വഹാബത്തിന്റെ പേരാണ് അൻസ്വാർ അഥവാ സഹായികൾ. ആ സഹായികളായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു. അവിടുത്തെയോട് എല്ലാവിധ കടപ്പാടുകളും പുലർത്തിയിരുന്ന മഹാന്മാരായ സ്വഹാബത്താണ് മദീനയിൽ ഉണ്ടായിരുന്നത്. 13 കൊല്ലത്തോളം നബി തങ്ങൾ 40 വയസ്സിന് ശേഷം മക്കയിൽ ജീവിച്ച് പിന്നീടുള്ള 10 കൊല്ലമാണ് മദീനയിൽ ജീവിക്കുന്നത്. ആ മദീനയിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2 വർഷം പിന്നിടുകയാണ്. ആ രണ്ടാമത്തെ പ്രിയപ്പെട്ടവരെ റമദാനിലേക്ക് വന്നപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഹിജ്റ പോയത് ഒരു കേവലം പുറപ്പെട്ടു പോക്കല്ല, അവരുടെ ഈമാനിനെ സംരക്ഷിക്കുവാനുള്ള പലായനമാണ്. ഒരു മുഅ്മിനായ ജീവിതം മക്കയിൽ സാധ്യമല്ല. അല്ലാഹുവിന്റെ സമ്മതം കിട്ടിയപ്പോഴാണ് ഹിജ്റ പോകുന്നത്. ആ ഹിജ്റ പോകുമ്പോൾ അവരുടെ വീട് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അവരുടെ പല സമ്പത്തുകളും അവിടെയുണ്ട്, അവരുടെ തോട്ടങ്ങൾ അവിടെയുണ്ട്. ഇതെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബാക്കൾ മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുള്ളത്. ആ സമ്പത്തും തോട്ടങ്ങളും എല്ലാ ധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മക്കയിലെ അവിടെ അവശേഷിച്ചിരുന്ന ഖുറൈശികൾ, ആ ഖുറൈശികൾ പ്രിയപ്പെട്ടവരെ അതെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവര് വലിയ ഒരു കച്ചവടത്തിന് പോവുകയാണ്. മഹാന്മാരായ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അറിയേണ്ടത്, ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന മക്കയിലെ ഖുറൈശികളുടെ നേതാവ്
സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ എല്ലാ സമ്പത്തുകളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇതുമൂലം സമ്പാദിക്കുന്ന ധനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദീനയിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കണം എന്ന് കോപ്പുകൂട്ടി തന്നെയാണ്, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ കച്ചവടത്തിന് പോകുന്നത്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. മക്കക്കാർക്ക് രണ്ട് കാലഘട്ടത്തിലാണ് അവരുടെ പ്രധാന കച്ചവടം നടക്കുന്നത്. ആ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം അന്നത്തെ ഷാം, ഇന്നത്തെ സിറിയ, ജോർദാൻ, ഫലസ്തീൻ ഉൾപ്പെടുന്ന അന്നത്തെ ഷാം, ആ ഷാമിലേക്ക് അബൂ സുഫിയാൻ യാത്ര പോവുകയാണ്. 40 പേരടങ്ങുന്ന സംഘം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. അങ്ങനെ അറിഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അബൂ സുഫിയാൻ തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് ആ അബൂ സുഫിയാനോട് സംസാരിച്ചുകൊണ്ട്, ആ അബൂ സുഫിയാൻ നമ്മുടെ സമ്പത്താണ് കച്ചവടത്തിന് ധനമായി, ക്യാപിറ്റലായി ഉപയോഗിച്ചിട്ടുള്ളത്. ആ സമ്പത്ത് നമുക്ക് വളരെ കൃത്യമായി സംസാരിച്ച് നമുക്ക് ആവശ്യമായ സമ്പത്ത് വാങ്ങിയെടുക്കണം. വേണ്ടി വന്നാൽ കായികമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെ വാങ്ങിയെടുക്കണം എന്ന നിയ്യത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാനിന്റെ 8 ദിവസം പിന്നിട്ട് 9-ാം നാൾ ഈ ചർച്ച നടക്കുകയും റമദാൻ 12-ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അബൂ സുഫിയാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ ലക്ഷ്യം ഇതാണ്, തങ്ങളുടെ സമ്പത്ത്, ആ സമ്പത്ത് തിരിച്ചു വാങ്ങണം. അത് നമ്മുടെ അവകാശപ്പെട്ട സമ്പത്താണ്. ആ സമ്പത്ത് തിരിച്ചു വാങ്ങണം എന്ന ലക്ഷ്യത്തിൽ അബൂ സുഫിയാന്റെ അരികിലേക്ക് പോകുമ്പോൾ നല്ല കാന്തദർശിയായ, നല്ല ബുദ്ധിയുള്ള അബൂ സുഫിയാൻ തിരിച്ചു വരുന്ന ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ 2 ആളുകളെ അന്വേഷണത്തിന് വിടുന്നുണ്ട്. ആ 2 ആളുകളെ അന്വേഷണത്തിന് വിട്ടു എന്ന് അബൂ സുഫിയാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ യഥാർത്ഥത്തിൽ ഷാമിൽ നിന്ന് മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്നത് മദീനയുടെ പരിസരത്തിലൂടെയാണ്. പക്ഷേ അബൂ സുഫിയാൻ ഇത് തിരിച്ചറിയുന്നു. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ ഈ ബദർ എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലം, ഏകദേശം മദീനയിൽ നിന്നും ഒരു 200-200ഓളം കിലോമീറ്റർ അടുത്താണ് ബദർ. മക്കയിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്ററുകൾക്ക് ഇപ്പുറമാണ് ബദർ എന്ന് പറയുന്നത്. അവിടെ വളരെ നേരത്തെ തന്നെ ഒരു കിണറുണ്ട്. ആ കിണർ പ്രസിദ്ധമാണ്. മരുഭൂമിയാണല്ലോ. ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ആണ് യഥാർത്ഥത്തിൽ ബദർ. ആ ബദറിനെ ബദർ എന്ന് പേര് വരുന്നതിന്റെ പിറകിൽ പല ന്യായങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽ ഒരു പക്ഷം ആ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിണർ കുഴിച്ചിരുന്നു. ആ കിണർ കുഴിച്ച ആള് ബദർ ബിന് യഹ്ലുദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മരണശേഷം ആ ബദർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ബദർ എന്ന് പ്രയോഗിക്കുന്നത് എന്ന് കാണാം. അല്ല, ബദർ എന്ന് പറയുന്ന കിണറ്റിലെ വെള്ളം അത് ഭയങ്കര നല്ല ശുദ്ധമായ വെള്ളമാണ്. ആ ശുദ്ധമായ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഈ ചന്ദ്രനെ ഇങ്ങനെ ശുദ്ധമായി കലങ്ങാതെ നിൽക്കുന്ന സമയത്ത് നല്ല ക്ലിയറായി കാണാൻ കഴിയും. അത് ബദർ എന്ന പേര് വരാനുള്ള കാരണം അങ്ങനെയാണ് എന്ന ചില വീക്ഷണങ്ങളൊക്കെ സീറത്ത് ഇബ്നു ഹിഷാം പോലത്തെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ അബൂ സുഫിയാൻ തിരിച്ചു വരികയാണ്. അബൂ സുഫിയാൻ തിരിച്ചു വരുമ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടത് അബൂ സുഫിയാൻ മനസ്സിലാക്കും. അബൂ സുഫിയാൻ ബദർ വഴി പോകേണ്ടതിന് പകരം ചെങ്കടൽ വഴി, ഒരു കടൽ തീരം വഴി രക്ഷപ്പെടുകയാണ് മക്കയിലേക്ക്. അപ്പോൾ തന്നെ അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മക്കയിലേക്ക് ഈ സന്ദേശത്തിന് വേണ്ടി അയക്കുന്നുണ്ട്. ഇതേ സന്ദർഭത്തിൽ തന്നെ ഇത് അറിഞ്ഞ സമയത്ത് അബൂ സുഫിയാൻ അയക്കുന്നുണ്ട്.
അങ്ങനെ ചുരുക്കത്തിൽ ആ മക്കയിലേക്ക് വിവരമെത്തുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അബൂ സുഫിയാൻ ഇങ്ങനെ രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ട വിവരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയും ചെയ്യുന്നു. ഇതേ സമയം മക്കയിൽ വലിയ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആത്തിക ബീവി എന്ന് പറയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി അഥവാ അബ്ദുൽ മുത്തലിബിന്റെ മകൾ അബ്ദുല്ലാഹി എന്നവരുടെ സഹോദരി, ആ സഹോദരി ഒരു വലിയ പ്രസിദ്ധമായ സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം മറ്റൊന്നുമല്ല, ഒരു ദിവസം ഒരു പ്രഭാതത്തിൽ അഥവാ ആത്തിക ബീവി സ്വപ്നം കണ്ട് 3 ദിവസത്തിന് ശേഷം മക്കയിലേക്ക് ഒരു വ്യക്തി ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു റാക്കിബ്, ഒരു വാഹനക്കാരൻ. അയാൾ മക്കയുടെ അബുദാബിയിലും അതുപോലെ കഅബാലയത്തിന്റെ മുൻപിലും ജനങ്ങൾക്ക് മുമ്പാകൊക്കെ വന്നിട്ട് ഭയങ്കര അട്ടഹസിക്കുകയാണ്, വലിയ ശബ്ദമിടുകയാണ്. മാത്രമല്ല അവസാനം അയാൾ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി ഒരു വലിയ പാറക്കല്ലിങ്ങനെ ഉയർത്തിവിടുകയാണ്. ഒരു പാറക്കല്ലിങ്ങനെ ഉരുട്ടി വിടുകയാണ്. ആ ഉരുട്ടി വിടുമ്പോൾ ആ പാറക്കല്ലിന്റെ ഓരോ കഷ്ണങ്ങളും ഓരോ വീടുകളിലും വന്ന് പതിക്കുകയാണ്. ആ പാറകഷ്ണങ്ങൾ വന്ന് പതിച്ച വീടുകളൊക്കെ നശിച്ചു പോവുകയാണ്. ഇതാണ് സ്വപ്നത്തിന്റെ ചുരുക്കം. ആത്തിക ബീവി സ്വപ്നം കാണുന്നു. സ്വപ്നം ആരോടും പറഞ്ഞില്ല. അങ്ങനെ തന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞു, ആരോടും പറയേണ്ടതില്ല എന്ന സ്വരത്തിൽ. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളോട് പറയുന്നു. അങ്ങനെ ആ സ്വപ്നം അവിടെ ആകെ പരക്കുന്നു. മക്കയിൽ എന്തോ അപകടം വരാനുണ്ട് എന്നതാണല്ലോ ഈ സ്വപ്നത്തിന്റെ ഉള്ളടക്കം. ആ സ്വപ്നം അവിടെ ആകെ പരക്കുകയാണ്. ആത്തിക ബീവിയുടെ ആ സ്വപ്നം. അപ്പോൾ അബൂജഹലും അതുപോലെ ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന സംഘം ആത്തിക ബീവിയെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഓ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാണായ നബി വന്നിട്ട് തന്നെ ഇവിടെ നിക്കപ്പുറത്തില്ല, ഇനിയിപ്പോ ഒരു പെണ്ണ് നബി കൂടി വന്നിട്ടുണ്ടോ എന്ന സ്വരത്തിൽ, മലയാളീകരിച്ചാൽ അങ്ങനെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ആത്തിക ബീവിയെ, അവരുടെ കുടുംബത്തെ, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തെ പരിഹസിക്കുകയാണ്. നിങ്ങൾ എങ്ങാനും പറഞ്ഞത് സത്യമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. അഥവാ നിങ്ങൾ പറഞ്ഞതുപോലെ 3 ദിവസത്തിന് ശേഷം സംഭവിച്ചില്ലെങ്കിൽ, അബൂജഹൽ പറയാണ്, 3 ദിവസത്തിന് ശേഷം സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളെ അറബ് വംശത്തിൽ ഏറ്റവും നന്നായി കളവ് പറയുന്ന ആളുകളായി ഞങ്ങൾ രേഖപ്പെടുത്തുമെന്ന് അബൂജഹൽ പരിഹസിക്കുകയാണ്. അബൂജഹലിന്റെ പരിഹാസം തുടരവേ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പ്രഭാതമായപ്പോൾ എന്ന് പറയുന്ന ദൂതൻ മക്കയിലേക്ക് വരികയാണ്. മക്കയിലെ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പറയുകയാണ്, യാ അഹ്ല ബദർ, ഓ വഞ്ചനക്കാരെ, നിങ്ങളൊരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടോളൂ. നിങ്ങളുടെ സർവായുധ വിഭൂഷിതരായി രംഗപ്രവേശനം ചെയ്തോളൂ. തീർച്ചയായിട്ടും മഹാനായ അബൂ സുഫിയാൻ അവിടുന്ന് വരുന്നുണ്ട്. ആ അബൂ സുഫിയാന്റെ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതാണ് 3 ദിവസത്തിന് ശേഷം ഒരു അപകടം വരാനുണ്ട് എന്ന ആത്തിക ബീവിയുടെ സ്വപ്നം പുലരുകയാണ്. അബൂജഹലും സംഘവും അവിടുന്ന് അതാ ഒരു വലിയ സൈന്യത്തെ സംവിധാനിക്കുകയാണ്. അവരിൽ അവൈലബിൾ ബെസ്റ്റായ എല്ലാ സൗകര്യങ്ങളും അവർ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോഴാണ് അബൂ സുഫിയാൻ രക്ഷപ്പെട്ടുവല്ലോ. ബദറിലൂടെ പോകാതെ വേറൊരു വഴിയിലൂടെ ആ സാഹിലിന്റെ കടൽ തീരത്തിലൂടെ മക്കയിലേക്ക് വരുന്ന അബൂ സുഫിയാൻ അബൂജഹലിനും സംഘത്തിനും കത്തയക്കുകയാണ്, വിവരമറിയിക്കുകയാണ്, നിങ്ങളിനി ഒരു യുദ്ധത്തിന് വരേണ്ടതില്ല. കാരണം ഞങ്ങളുടെ സമ്പത്ത്, നമ്മുടെ സമ്പത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുവല്ലോ, അത് സംരക്ഷിച്ചുവല്ലോ, അത് സംരക്ഷിച്ചുകൊണ്ട് ഞാൻ മക്കയിലേക്ക് വരികയാണ് എന്ന ആ ദൂതനെ അയച്ചപ്പോൾ ധിക്കാരിയായ അബൂജഹൽ പറഞ്ഞത്, പറ്റൂ
താമസിക്കുക തന്നെ ചെയ്യുമെന്ന് അബൂജഹൽ എന്ന ധിക്കാരി പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂജഹലിന്റെ സംഘത്തിൽ ആരൊക്കെയാണുള്ളത്? വലിയ വലിയ തരുണീമണികളായ പെണ്ണുങ്ങളുണ്ട്, ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും മറ്റു കൂത്താട്ടങ്ങൾക്കും. അതുപോലെ വലിയ സർവായുധ വിഭൂഷിതരായിട്ടാണ് ബദർ ലക്ഷ്യം വെച്ചുകൊണ്ട് അബൂജഹലും സംഘവും കടന്നു വരുന്നത്. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് മഹാന്മാരായ ബദരീങ്ങൾ വരുന്നു. വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി ഗസ്വതി. അവരവരുടെ സമ്പത്തും അവരുടെ ശരീരങ്ങളും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. ഭൗതികമായ മാനദണ്ഡങ്ങൾ മുഴുവനും എതിരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇവര് ആയിരക്കണക്കിന് ആളുകളുണ്ട്, ഇവരിൽ സൈന്യമുണ്ട്, നല്ല കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, പടയങ്കികളുണ്ട്. 600-ൽ പരം പടയങ്കികളാണ് അവർക്കുള്ളത്. മുസ്ലിമീങ്ങൾക്ക് 60 മാത്രമേ ഉള്ളൂ. 70-ലധികം കുതിരകളുണ്ട് അവർക്ക്. മുഅ്മിനീങ്ങൾക്ക് 2 കുതിരകളേ ഉള്ളൂ. എണ്ണമോ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ശത്രുക്കൾ 313 ആളുകൾ മാത്രമേ സഹാബത്തുള്ളൂ. ഈ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. ഇസ്തശാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നാസ്. സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് യുദ്ധത്തിനുള്ള സമ്മതം ലഭിച്ചിട്ടുണ്ട്, ആരാണുള്ളത് എന്ന മുശാവറ നടക്കുമ്പോൾ മഹാനരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, അവര് രണ്ടുപേരും ആദ്യം പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുണ്ട് നബിയേ. മുഹാജിറുകളുടെ പ്രതിനിധിയായി മിഖ്ദാദ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, ഞങ്ങൾ ബനൂ ഇസ്രായേലുകാര് മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല നബിയേ. അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖായിദൂൻ എന്നാണ് ബനൂ ഇസ്രായേലുകാര് പറഞ്ഞത്. നീയും നിന്റെ റബ്ബും പോയി ദുആ ചെയ്തോ, യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന് ഞങ്ങൾ പറയൂല നബിയേ. അങ്ങയും അങ്ങയുടെ രക്ഷിതാവും യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ മുഖാത്തിരീങ്ങളായി പോരാളികളായി അങ്ങയുടെ കൂടെയുണ്ട് നബിയേ. മഹാന്മാരായ മുഹാജിറുകൾ സന്നദ്ധത പറയുകയാണ്. അതുപോലെ മഹാന്മാരായ അൻസ്വാറുകളോടാണ് അടുത്ത ചോദ്യം. കാരണം നേരത്തെ പറഞ്ഞല്ലോ, മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് വന്നവരാണ്, അൻസ്വാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിലെ വാസികളാണ്, നിവാസികളാണ്. അതുകൊണ്ട് അൻസ്വാറുകളായ ആളുകൾക്ക് മക്കയിലെ ഖുറൈശികളോട് വലിയ വൈരാഗ്യത്തിന്റെ ആവശ്യമില്ല, വ്യക്തിവിരോധമില്ല, മറ്റ് വിരോധങ്ങളുടെ സാഹചര്യങ്ങളില്ല. എന്നാൽ മഹാന്മാരായ അൻസ്വാറുകളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ്, ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഞങ്ങൾക്കും സമ്മതമാണ് നബിയേ. നബിയേ, അങ്ങ് ഞങ്ങളോടൊരാഴമേറിയ കടലിലേക്ക്, മുങ്ങിത്താടുന്ന കടലിലേക്ക് ചാടാനാണ് അങ്ങ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ അതിനും റെഡിയാണ് നബിയേ. നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. മഹാന്മാരായ സ്വഹാബത്തിന്റെ സമർപ്പണമാണ്, മഹാന്മാരായ സ്വഹാബത്തിന്റെ സ്നേഹമാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള
സഹാബത്തിന്റെ വക്താക്കളാകുന്നു. അവിടെ ഒരു പോരാട്ടം ധരിക്കുന്നു. മഹാന്മാരായ ബദരീങ്ങൾ ബദറിലെത്തുന്നു. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹാന്മാരായ ബദരീങ്ങൾ അള്ളാഹു സഹായിച്ചത് എങ്ങനെയൊക്കെയാണ്? അവർ യുദ്ധത്തിലേക്ക് വരുമ്പോൾ പ്രതികൂലമായ സാഹചര്യമാണ്. ആയിരക്കണക്കിന് ആളുകളാണ്. ഈ ആയിരക്കണക്കിന് ആളുകളോട് നേരിടുന്ന സമയത്ത് ബദരീങ്ങൾക്ക് ഉറക്കം വരികയാണ്. അള്ളാഹു അത്രയും വലിയ ആത്മവിശ്വാസം അവരുടെ കൽവിൽ ഇട്ടുകൊടുക്കുന്നു. ആ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയുമോ? വഅഫ്ദലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിശീഖാഖി. അവരുടെ നേതാവാരാണ്? നമ്മുടെ നേതാവ്, ലോക നേതാവ്, സയ്യിദുൽ വജൂദി, നൂറുൽ കൗനൈൻ വനൂറുൽ കായിനാത്ത്, സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും മുത്തുനബി തങ്ങളുടെ കീഴിൽ അണിയായി നിൽക്കുന്നു. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നു. മലായികത്തിനെ അള്ളാഹു ഇറക്കുന്നു. ബദർ എന്ന് പറയുന്ന അനശ്വരമായ ചരിത്രം അവിടെ പിറവി കൊള്ളുകയാണ്. ആയിരക്കണക്കിന് വരുന്ന സർവായുധ വിഭൂഷിതരായ സൈന്യത്തെ മുഴുവനും മഹാന്മാരായ ഈ ബദരീങ്ങൾ ഈമാനിന്റെ ഉൾക്കരുത്തുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കുകയാണ്. ലോകം ഇതുപോലെ ഒരു ചരിത്രം കണ്ടിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? ലോകം ഇതുപോലെ ഒരു അനശ്വരമായ സമരം നടന്നിട്ടുണ്ടോ? ഒരുപക്ഷേ ബദറിന് ശേഷം വലിയ യാത്ര ചെയ്യേണ്ടി വന്ന യുദ്ധം ഉണ്ടായിട്ടുണ്ട്. വലിയ സാഹസപ്പെടേണ്ടി വന്ന യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പക്ഷേ ഒന്നും ബദറിനോളം വരില്ലല്ലോ. കാരണം മഹാന്മാരായ സ്വഹാബത്തിന്റെ സമർപ്പണമാണ്. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും. മുഅ്മിനീങ്ങളിൽ നിന്ന്, പോരാളികളായ മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു അവരുടെ സമ്പത്തിനെയും അവരുടെ ശരീരത്തെയും ഇങ്ങ് വാങ്ങിയിരിക്കുന്നു. എന്താണ് പകരമായി കൊടുക്കുന്നത്? ബിഅന്ന ലഹുൽ ജന്ന. യാസിർ റളിയല്ലാഹു അൻഹും അമ്മാർ റളിയല്ലാഹു അൻഹും മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹും പരീക്ഷണങ്ങളുടെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോ അവിടുന്ന് പറഞ്ഞത് സ്വബ്റന്നാല യാസിർ. ഓ യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണേ. ഫഇന്ന മൗഇദകും അൽ ജന്ന. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നത് സ്വർഗമാണ് കൂട്ടുകാരെ. അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ ബദറിൽ വിജയിച്ചത് ഒന്നാമത്തെ കാരണം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. രണ്ടാമതായി അവരിലുള്ള നബി സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രയോഗമാണ്. ഹുബ്ബുൻ നബിയാണ്, മഹബ്ബത്തുൻ നബിയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ സമർപ്പണമാണ്. വർത്തമാനകാല ലോകത്തേറെ പ്രതിസന്ധികളിലേക്ക് നമ്മൾ പറിച്ചു നടപ്പെടാൻ പോവുകയാണ്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. ആഗോള മുസ്ലിം രാഷ്ട്രങ്ങളിൽ വലിയ പ്രതിസന്ധികൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതിസന്ധിയേറി വരുന്ന ഒരു കാലത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയേയുള്ളൂ. അത് അല്ലാഹുവിനെ തഖ്വയിലാണ്. പരിശുദ്ധമായ റമദാൻ നമുക്ക് എന്തിനാണ് അല്ലാഹു നൽകിയത്? ലഅല്ലകും തത്തഖൂൻ, മുത്തഖീങ്ങളാകാൻ വേണ്ടിയല്ലേ. മറ്റു മാസങ്ങളെ പോലെയല്ലല്ലോ
നേതാവ് കിടക്കുന്ന റൗളത്തുൽ മുനവ്വറയല്ലേ? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാണെന്നറിയുമോ? അത് സംസമല്ലല്ലോ. സംസമിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വെള്ളം ഏതാണ്? വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബ. അത് മുത്താറ്റൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കരങ്ങളിൽ നിന്ന്, ഈ വിരലുകൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളമല്ലേ? കൂട്ടുകാരെ, സംസം എവിടെയാണ്? മക്കയിലല്ലേ? ഹിജ്ർ ഇസ്മായിൽ എവിടെയാണ്? മക്കയിലല്ലേ? മതാഫ് എവിടെയാണ്? മക്കയിലല്ലേ? മസ്അ എവിടെയാണ്? മക്കയിലല്ലേ? എന്നാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത് മദീനത്തുൽ മുനവ്വറയാണ്. അതുകൊണ്ട് ലോക നേതാവിനെ അല്ലാഹ് ആദരിച്ചതിന്റെ പ്രഘോഷണമാണിതെല്ലാമെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത്, റമദാൻ എന്ന് പറയുന്നത്, ഖാലിഖായ റബ്ബിലേക്ക് മനസ്സ് തിരിക്കേണ്ട മാസമാണ്. മുത്തഖീങ്ങളാകേണ്ട മാസമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കാഴ്ചവെക്കേണ്ട മാസമാണ്. അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുഅ്മിനുകളായ നമുക്ക് ജീവിതം സമർപ്പിക്കുവാനുള്ള മാസമാണ്. ബദർ എന്ന് പറയുന്നത് നമുക്ക് കേട്ടുപോകാനുള്ളതല്ല. മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞു പോകാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അതിനൊരു പ്രയോഗം വേണ്ടതുണ്ട്. അതെന്താണ്? അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ടോ? അവിടെയാണ് വിജയം കിടക്കുന്നത്. തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ അല്ലാഹ് റസു ശരി ഹബായിലാ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് തഖ്വല്ലാഹ്. അതുകൊണ്ട് ആ റബ്ബിനെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ സമയങ്ങൾ മുഴുവനും നീക്കേണ്ടത്. ഒരൊറ്റ ആയത്തോതി അതിന്റെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഖാലിഖായ റാസിഖായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്‌ലിസ് ദുആഇന് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയേ, അങ്ങ് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസ ലോകത്തിന്റെ കൽബുകളിലേക്കും അങ്ങ് ഇട്ടുകൊടുക്കൂ നബിയേ. യാ ഇബാദല്ലാഹ്, എന്റെ അടിമകളെ, ഒരു വാത്സല്യനിധിയായ ഉമ്മ മക്കളെ വിളിക്കുന്നത് പോലെയാണ് അല്ലാഹ് നമ്മളെ വിളിക്കുന്നത്. ഒന്ന് കൽബ് തുറന്ന് കേട്ടു നോക്ക് കൂട്ടുകാരാ. യാ ഇബാദല്ലാഹ്, ഓ എന്റെ അടിമകളെ, എന്റെ മക്കളെ എന്നൊരുമ്മ വിളിക്കുന്നത് പോലെ, ഒരു കരുണാർദ്രനായ പിതാവ് തന്റെ മോളെ വിളിക്കുന്നത് പോലെയാണ് റബ്ബ് നമ്മളെ വിളിക്കുന്നത്. യാ ഇബാദല്ലാഹ്, ഓ എന്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്തു പോയല്ലേ, ഒരു തെറ്റിൽ വീണുപോയല്ലേ, ഒരബദ്ധത്തിൽ നീ നിന്റെ ശരീരത്തെ ആവരിച്ചുവല്ലേ, ഒരപഭ്രംശത്തിലേക്ക് വ്യതിചലിച്ചുവല്ലേ, പേടിക്കേണ്ടതില്ല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയരുതേ. നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടരുതേ എന്ന് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു പറയുന്നു,
പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് സ്പർശിക്കേണ്ട ഒരാശയമാണ്. അലം യരില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കൂട്ടുകാരെ, സഹോദരന്മാരെ, റമദാനിലെ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്നതിന് വല്ല ഉറപ്പുമുണ്ടോ, നിശ്ചയവുമുണ്ടോ? എത്ര ആളുകൾ മരണപ്പെട്ടു പോയി, എത്ര ആളുകൾ ഖബറിലായി പോയി. കഴിഞ്ഞ റമദാനിൽ നമ്മളോടുകൂടെ നിസ്കരിച്ച മുഅ്മിനീങ്ങൾ എവിടെ? സ്നേഹവായ്പകൾ നൽകി നമ്മളോട് കൂടെ ഉണ്ടായിരുന്നവരെവിടെ? അതുപോലെ നമ്മളും മാറടി മണ്ണിലേക്ക് പോകൂലേ? അവിടെയാണ് ഈ ഖുർആനിന്റെ ചോദ്യം. അലം യരില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലയോ? അം തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സമയമായില്ലയോ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും കൽബുകളിൽ വലിയ പ്രകമ്പനമാണ്, ചിന്തയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി തഖ്വയുള്ളവരായി മാറണമെങ്കിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടേണ്ടതുണ്ട്. ആര് കാണില്ലെങ്കിലും റബ്ബ് കാണുമെന്ന ബോധമുണ്ട്. ലോകത്തൊരാൾ എന്ത് വിചാരിച്ചാലും നടപ്പാകില്ല അള്ളാന്റെ വിചാരമുണ്ടായാൽ ഒഴികെ. മഹാനായ നൽകിയ ഉപദേശത്തിൽ കാണാം, നീ ഒരു യാത്രക്ക് പോവുകയാണെങ്കിൽ, നീ സഹായിയായി ആരെയെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു മതി കേട്ടോ. ലോകത്ത് അല്ല നൽകിയതിനെ തടയാൻ ലോകത്തൊരു തമ്പുരാനും ഒരു ഭരണാധികാരിക്കും സാധിക്കുകയില്ല. റബ്ബേ, നീ നൽകിയതിനെ തടയാൻ, നീ നൽകിയതിനെ നീ തടഞ്ഞതിനെ നൽകാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് മുഅ്മിനുകളെ, അടുത്ത ഒരു റമദാനിലേക്ക് നമ്മൾ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തവരാണ് നമ്മൾ, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് നമ്മൾ. ഇതൊരു അലങ്കാരത്തിന്റെ വാക്കല്ല, ഇതൊരു ഉപചാരത്തിന്റെ വാക്കല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നൊരായുസ് കൂടി റമദാനിൽ കഴിയുകയാണ്, മരണത്തോട് അടുക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗം തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈദ വൽആഫീന അനിന്നാസ്. മുത്തഖീങ്ങളുടെ വിശേഷണമുള്ള പറഞ്ഞതാണ് വൽകാദിമീനൽ ഗൈദ, അവർ ദേശത്തെ അടക്കി പിടിച്ചു നിർത്തുന്നവരാണ്. വൽആഫീന അനിന്നാസ്, അവർ ജനങ്ങളോട് മുഴുവനും വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അർഹമുറാഹിമായ റബ്ബ് നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വലിയ ഹിസാബ് നടത്തേണ്ട സമയമാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയമാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട നേരങ്ങളാണ്. ഈ നേരത്തും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നതെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ നിരാശരാകേണ്ടി വരുമെന്ന ബോധമാണ് നമ്മെ നയിക്കേണ്ടത്. ഖുർആൻ ഓതിയാണ്, ദിക്ർ ചൊല്ലിയാണ്, തഹജ്ജുദ് നിസ്കരിച്ചാണ് ഈ മാസത്തെ അടയാളപ്പെടുത്തേണ്ടത്, ഈ മാസത്തെ ഉപയോഗിക്കേണ്ടത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമുക്ക് റമദാൻ നൽകിയത്. അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബേ,
നിന്ന് ഞങ്ങളുടെ ദുർബലത കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി. നിസ്സാരത കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഒന്നും നിന്നെ ധിക്കരിച്ചുകൊണ്ട് ചെയ്തതല്ല. നിന്നെ ഞങ്ങൾ ധിക്കരിക്കുന്നില്ലല്ലോ. നീ അർഹമർ റഹീമായ റബ്ബാണല്ലോ. നീ അക്രമു കരീമായ റബ്ബാണല്ലോ. നീ ഞങ്ങൾക്ക് അഫ്വ നൽകണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് അഫ്വ നൽകണം അല്ലാഹ്. ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയത് നീ അഫ്വ നൽകണം അല്ലാഹ്. ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്, നീ ശിഫ നൽകണം അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ കാരണവന്മാർക്ക് മുഴുവനും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം അല്ലാഹ്. ഈ മസ്ജിദിനെ, ഇതിന്റെ നിർമ്മാണത്തിൽ, ഇതിന്റെ ഖിദ്മത്തുകളിൽ നേതൃത്വം നൽകുന്നവർ, ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിക്കുന്നവരെല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഇവിടെ ഇതിന്റെ സംഘാടകരായ യുവാക്കൾക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. നീ സന്തോഷം നൽകണം അല്ലാഹ്. നീ അവരെ സ്വീകരിക്കണം അല്ലാഹ്. പടച്ചവനെ, ഈ മസ്ജിദിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത പലരും ഖബറിലായിരിക്കും. ആ ഖബറാളികൾക്ക് നീ ഈ മജ്ലിസിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാഹ്. നീ വെളിച്ചം എത്തിക്കണം അല്ലാഹ്. അവർക്ക് നീ സ്വർഗം നൽകണം അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, സഹായങ്ങൾ നൽകുന്നവർ, സ്ഥാപനത്തിലേക്ക് സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണം അല്ലാഹ്. ഈ റമദാനിൽ ഞങ്ങൾക്ക് ഒരുപാട് ഖുർആൻ ഓതാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരു വഖത്തും ഖളാ ആകാതെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഈ പരിസരത്ത് അന്തിയുറങ്ങുന്ന മുഴുവൻ ഞങ്ങളുടെ കുടുംബമിത്രാദികളായ സഹോദരന്മാർക്ക് നീ സ്വർഗം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ റമദാൻ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന റമദാനാക്കാതെ ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നല്ല മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നൽകണം അല്ലാഹ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. അവർക്ക് നല്ല ഭാവി നൽകണം അല്ലാഹ്. നല്ല ആലിമീങ്ങളും ഹാഫിളീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളുമാക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവസാനം കാമിലായ ഈമാൻ നൽകണം അല്ലാഹ്. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന നിന്റെ ലിഖാഇനെ പറ്റുന്ന നല്ല ഒരു മരണം നൽകണം അല്ലാഹ്. പടച്ചവനെ, മരണം വരേക്കും നിന്റെ അബദാണെന്ന ഓർമ്മയോടുകൂടെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا